ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ തീർച്ചയായും നമ്മൾ തിരിച്ചും സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ അതാ ഒന്ന് കണ്ടോക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് മോനൊക്കെ പറഞ്ഞയച്ചത് കേട്ടോ ചായ ഉണ്ടാക്കാൻ. അപ്പോൾ മോന് രാവിലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചായ അങ്ങനെ എപ്പോഴൊന്നും കുടിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ പാലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് വേഗം തിളപ്പിച്ച് അത് കൊടുക്കാറാണ്. ചിലപ്പോൾ കട്ടൻ ചായ വെച്ചാൽ അവൻ കുടിക്കുകയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അതും കൊടുക്കില്ല കേട്ടോ, വെള്ളം കൊടുക്കൽ. അപ്പോൾ ചെറിയ മക്കളല്ലേ, ചെറിയ മക്കൾക്കൊക്കെ രാവിലെ എണീറ്റതും നമ്മൾ ചായ കൊടുക്കാതിരിക്കാവും നല്ലത് അല്ലേ. അങ്ങനെ മോനൊക്കെ പറഞ്ഞയച്ച് നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ ഇതാ വന്ന് കയറി ചായ ഇട്ട് പിന്നെ അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് നമ്മൾ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ, ഇന്ന് നൂൽപുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും കൂടിയുള്ള വെള്ളം കണ്ടിട്ടാണ് കുറച്ച് കൂടുതൽ അതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് നൂൽപുട്ടിനുള്ള മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അരി ഇടാൻ വേണ്ടി വെച്ച വെള്ളമൊക്കെ ഒന്ന് നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇടുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വേഗം ഇന്ന് കുറച്ച് വെള്ളം മാറ്റിയിട്ട് നമ്മൾ നൂൽപുട്ട് മാവൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ലൊരു മാവാണ് കേട്ടോ. ഞങ്ങൾ എന്നും വാങ്ങുന്ന കതിറിൻ്റെ പൊടിയാട്ടോ വാങ്ങാറ്. അപ്പോൾ ഞാൻ അതിൽ തന്നെ പുട്ടും പത്തിരിയും അതുപോലെ നൂൽപുട്ടും ഒക്കെ ചെയ്യാറുണ്ട്. നല്ല സോഫ്റ്റ് പത്തിരിയും നൂൽപുട്ടും പുട്ടായാലും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഇതാ പൊടിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. ഇതിൽ പിന്നെ വെള്ളം എത്ര ഒഴിച്ചാലും കാണില്ല കേട്ടോ. പൊടി നല്ല പെരുക്കുള്ള പൊടിയാണ്, കുറച്ച് പൊടി എടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിൽ ഏറെ അങ്ങോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചുടുവെള്ളമൊക്കെ നല്ലപോലെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. പിന്നെ നൂൽപുട്ടൊക്കെ കറി ചട്നിയാണ് കേട്ടോ. കടല അങ്ങനത്തെ ഒന്നുമല്ല, ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ചായയും കറി കേട്ടോ ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ടും ചട്നിയൊക്കെ. അങ്ങനെ ഇതാ നൂൽപുട്ട് വെക്കാനുള്ള ഇഡ്ലിച്ചെമ്പ് ഞാൻ അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മളിത് അരിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേഗം ആവണമല്ലോ. മോന് 8:10 മണിക്കാണ് പോവൽ. എന്നാലും നമ്മൾ ചായയും കടിയും അതിലേക്കുള്ള കറിയും പിന്നെ ചോറ് മോന് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും സമയം കിട്ടാറില്ല. രാവിലെ നമുക്ക് സമയം എത്ര ഉണ്ടെങ്കിൽ തികയാത്തൊരു ഇതാണ് കേട്ടോ. അല്ലാതെ സമയം നേരം വൈകുമോ എന്നുള്ളൊരു ബേജാറോടുകൂടിയല്ല നമ്മളെല്ലാം ചെയ്യണത്. അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ടൊന്ന് അതൊന്ന് ഇനിയിപ്പോൾ തിളച്ച് വേകട്ടെ. പെട്ടെന്ന് വേകണ അരിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ടൈം മതി. കുക്കറിൽ വെച്ചാൽ വേഗമാകും, പക്ഷേ ചിലപ്പോൾ അങ്ങോട്ട് ചോറൊരു വേവൽ കൂടിയാലും പ്രശ്നമല്ലേ. അങ്ങനെ പൊതിയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ആവിച്ചിങ്ങനെ ഒന്നുകൂടി വെന്ത് ഇതാവില്ല. അപ്പം ഞാനൊരു കുറച്ചൊരു ഇതിൽ ഊറ്റിയത് കേട്ടോ. അങ്ങനെ ഇത് അരിയും ഇട്ട് കൊടുത്തു, നൂൽപുട്ടിനുള്ളതും വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ. നമ്മൾ കാക്കുനും ചായ കൊടുത്തേക്കണു. അങ്ങനെ ഇതാ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഞാൻ നൂൽപുട്ടൊക്കെ പീച്ച് റെഡിയാക്കി വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് ഒന്ന് വെന്തോന്ന് നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരികൾ തമ്മിലിങ്ങനെ ഒട്ടി കട്ട പോലെ ആവും. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി തിളക്കട്ടെ. അപ്പോൾ ഇതിന് മീൻകാരൻ വന്നപ്പോൾ നമ്മൾ വേഗം ഓടിപ്പോയിട്ട് മീനൊക്കെ അതാ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയിലയാണ് കേട്ടോ. അയില നാടൻ അയില അല്ല കേട്ടോ, സോറി. പിന്നെ അയിലപ്പാര എന്ന് പറയില്ലേ, നമ്മൾ ഈ തലയൊക്കെ വലുതായി പിന്നെ അതിൻ്റെ വാലിൻ്റെ ഭാഗത്തായിട്ട് ചെത്തിയെടുക്കാൻ പാകത്തിലുള്ള മുള്ളൊക്കെ ഉണ്ടാവില്ലേ, നല്ല ദശയുള്ള മീനാട്ടോ. മുള്ളൊന്നും അധികം ഉണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല മീനാണ്. അങ്ങനെ ഇതാണ്ടില്ലേ, തലയൊക്കെ നല്ല കണ്ണൊക്കെ വലിയ കണ്ണാണ് കേട്ടോ. പിന്നെ അതുപോലെ വാലിൻ്റെ അവിടെ ഇങ്ങനെ ചെത്തിയെടുക്കണ ആ മീനില്ലേ മുള്ളുണ്ടല്ലോ, അതാണ് കേട്ടോ. അതിന് ഞങ്ങളിവിടെ അയിലപ്പാരാന്നാണ് പറയുക. അങ്ങനെ ഇതാ നമ്മൾ ചട്നിയൊക്കെ ഒന്ന് അരച്ചെടുത്ത് ചോറും ഊറ്റിയിട്ടുണ്ട്, നൂൽപുട്ടും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വേണം നമുക്കൊന്ന് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ. അപ്പോൾ മോന് ചോറൊക്കെ ആക്കി കൊടുക്കട്ടെ. ഇനി മോനുള്ള കൂട്ടാനും കൂടി ഉണ്ടാക്കാണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയ മോൻ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അന്നതും വിശക്കണേന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ പോലെ ആ നേരത്തൊന്നും പിന്നെ കഴിച്ചാലും പോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഓനിതാ നൂൽപുട്ടും ചട്നിയൊക്കെ എടുത്തൊന്ന് കൊടുക്കട്ടെ, എന്നിട്ട് ഓലൊക്കെ ഒന്ന് പറഞ്ഞയക്കട്ടെ കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ നല്ല സുഖമായി സൂപ്പറായിട്ട് എല്ലാം ഒരുക്കി പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറിയും മീനും ഒക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സാമ്പാർക്ക് ഞാൻ ഒക്കെ എല്ലാതും കൂടി
ഒരുമിച്ചിട്ടിട്ട് തന്നെ ഞാൻ വേവിക്കാറ് കേട്ടോ. അപ്പോൾ പരിപ്പ് മൈസൂർ പരിപ്പാട്ടോ, അത് വേഗം ഒരു തിളക്ക് വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ പരിപ്പും കുറച്ച് കഴുകി അതിലിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളിത് ആ അരിഞ്ഞ പച്ചക്കറികളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മൾ മൺചട്ടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പും ഒന്നിച്ചിട്ട് വേഗം കേട്ടോ. അങ്ങനെ മീനും ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ നമുക്ക് പൊരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസമ്മ വെച്ചിട്ട് എല്ലാ പൊടികളും ഒന്ന് ഇട്ടിട്ട് ഒന്ന് വേഗം വെക്കട്ടെ. പിന്നെ അതിക്കുള്ള കുറച്ച് ഇതുണ്ട് കേട്ടോ, അരവ് വറുത്തരക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ട് അപ്പോൾ എന്നും ഇപ്പോൾ നമ്മൾ ഈ സാമ്പാറും വറുത്തരക്കും ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോറടിയല്ലേ. അപ്പോൾ അങ്ങനെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്ത് അരച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഒന്ന് വേകാണ്ട് കേട്ടോ, കായ ഒന്നും അധികം വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി വേകട്ടെ, എന്നിട്ട് വേണം നമുക്ക് അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ പൊരിക്കണതിൽ ഉപ്പൊക്കെ ഇട്ടിക്കണം കേട്ടോ ഗൈസ്, മറക്കാതെ. ഇപ്പോൾ 2 ദിവസം മുന്നേ നമ്മൾ അയില പൊരിച്ചതിൽ ഉപ്പിടാതെ പൊരിച്ചിട്ട് എല്ലാവർക്കും മോനൊക്കെ ചോറ് വിളമ്പി കൊടുത്തിട്ട് ഇന്നത്തെ മീൻ ടേസ്റ്റ് സംഭവം ഉപ്പിടാത്തതാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എന്ത് ഉപ്പും പുളിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് കൊടുത്താൽ അവർ കഴിക്കുക, അത്രയേ ഉള്ളൂ പാവങ്ങൾ. അങ്ങനെ മീനൊക്കെ നല്ലതുപോലെ മസാലയും ഉപ്പും എല്ലാം തേച്ച് അടുപ്പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പൊരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീനും കറിയും ഒക്കെ നല്ല ഇഷ്ടമായിക്കണു കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി മീനൊക്കെ ഒന്ന് കൂടി മറിച്ചിട്ടിട്ടോ. അപ്പോൾ നല്ല പിന്നെ ദിശയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലതുപോലെ ഒന്ന് വേകണം, ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറിലൊക്കെ ഞാൻ അരച്ചതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് സ്റ്റൗവൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കടുവറുത്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ മീനും സാമ്പാറും ഒക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അലക്കലും ഒതുക്കലും എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എന്തായാലും മീനൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്, പാത്രങ്ങളൊക്കെ കഴുകാണ്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടുണ്ടാവുമല്ലോ അല്ലേ പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അടുക്കളയിലൊക്കെ ആകെ വേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ, കൊണ്ടിടാനൊക്കെ ഉണ്ട്. അപ്പോൾ വേസ്റ്റ് ഇടാൻ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് കൊണ്ടിട്ടാൽ വെറുതെ നമുക്ക് നടക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ആയാൽ പിന്നെ കൊണ്ടുപോയിടാറാട്ടോ. അപ്പോൾ എന്തായാലും ഗ്യാസ് സ്റ്റവും ഒക്കെ ഒന്ന് ഈ മീനൊക്കെ പൊരിക്കുമ്പോൾ ആകെ എണ്ണയൊക്കെ തെറിച്ച് ആകെ വൃത്തികേടാവുമല്ലോ. അപ്പോൾ ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ വാർപ്പിൻ്റെ ഉള്ളിൽ മീൻ പൊരിച്ച് കഴിഞ്ഞാൽ ആ മണം പോകുന്നല്ല, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ച് എടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെക്കട്ടെ, വേസ്റ്റ് കൊണ്ടിടണം. മീൻ വേസ്റ്റൊക്കെ പിന്നെ ഞങ്ങൾ നന്നാക്കി അപ്പം തന്നെ അവിടെ കൊണ്ടിടല്ലോ കേട്ടോ. അപ്പുറത്തെ തൊടുവിൽ ഇടാറാണ് പതിവ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.